ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. വീക്കിലി ചാർട്ടാണിത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയൊരു കൺസോളിഡേഷൻ, താഴേക്കുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ വീക്കിൽ നിഫ്റ്റി പോസിറ്റീവായിട്ട് നിൽക്കുന്നത് കാണാം. ഇന്ന് തന്നെ നിഫ്റ്റി 206 പോയിൻറ്റ് പോസിറ്റീവായി 0.79%. അതിൽ ഉപരി നമ്മൾ നോക്കുകയാണെങ്കിൽ 26,000 എബോവ് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 26,000 എബോവ് തന്നെ ഓപ്പൺ ചെയ്തു 26,055. അതിനുശേഷം 26,172 ക്ലോസ് ചെയ്തു. 26,180 ഏകദേശം ക്ലോസിൻ്റെ അടുത്ത് തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. വെരി പോസിറ്റീവ് ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോഴും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിൽ തന്നെ നിൽക്കുന്നത് കാണാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡാറ്റ നമുക്ക് നോക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഇമ്മീഡിയറ്റ് ബേസിസിൽ 26,200-ലും 26,300-ലും 26,400-ലും കാണാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ലെവൽസ് എല്ലാം തന്നെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. സപ്പോർട്ട്, സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 26,100 ഏരിയ ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 26,150 ഏരിയ ആണ്. ആസ് പെർ ചാർട്ട് 26,150 സപ്പോർട്ട്, 26,050, 26,000. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 26,200 ആണ്. അതല്ലാതെ ഓൾ ടൈം ഹൈ ഏരിയയും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. 26,325 ആണ്. ആസ് പെർ ചാർട്ട് വെരി പോസിറ്റീവ് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ടിലേക്ക് പോവാം. 85,567-ൽ 638 പോയിൻറ്റിൻ്റെ പോസിറ്റീവിൽ അത്യാവശ്യം ഒരു ഗ്രീൻ മൊറബസു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്തത് കാണാം. 85,400 ഏരിയ, 200 ഏരിയ, 86,000 ഏരിയ സപ്പോർട്ടാകും. 85,000 ഏരിയ സപ്പോർട്ടാകും. മുകളിലേക്ക് 85,800, 86,000 ആയിരിക്കും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നെക്സ്റ്റ് ഡേയ്സിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ 26,212 ആണ്. ഗ്രീൻ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനിൽ തന്നെ പോകുന്നു. ഇന്ത്യ വിക്സ് ഇപ്പോഴും കൂടുതൽ വൊളാറ്റിലിറ്റി തന്നെ 9.67. പ്രീമിയം ഓപ്ഷൻ പ്രീമിയംസ് എല്ലാം വലിയ രീതിയിൽ മെൽറ്റിംഗ് സംഭവിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി പോലെ ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ്മെൻറ്റ് സംഭവിച്ചില്ല. എന്നിരുന്നാൽ കൂടിയും നമുക്ക് പോസിറ്റീവ് തന്നെയാണ് പാറ്റേൺ പ്രകാരം. ഇപ്പോൾ 59,304-ൽ 0.40% ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ 59,000 ഏരിയ സപ്പോർട്ടും, അതുപോലെ ഇന്നത്തെ ഹൈ ഏരിയ 59,374 വരെ ഹൈ പോയിട്ടുണ്ട്. ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആകും. 59,500 ഏരിയയും റെസിസ്റ്റൻസ് ആകാനായിട്ട് കൂടുതലായിട്ട് ചാൻസ് വരുന്ന ലെവലാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡാറ്റ നോക്കാം. 59,500 അതുപോലെ 60,000 ഏരിയ ആണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഏരിയകളാണ്. 59,000 എന്നുള്ളത് സപ്പോർട്ട് ഏരിയ ആയിട്ടും നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാണാൻ പറ്റുന്ന ഏരിയ ആണ്. നമുക്കിനി FIA DIA ഡാറ്റ നോക്കാം. 22 ഡിസംബർ 457 കോടി രൂപയുടെ ചെറിയ സെല്ലിംഗ് FIA നടത്തി. 20,317 കോടി സെല്ലിങ്ങിലാണ് ടോട്ടൽ ഡിസംബർ മന്തിൽ നിൽക്കുന്നത്. അതുപോലെ DIA 4,058 കോടി രൂപയുടെ പർച്ചേസ് നടത്തി. 56,000 എബോവ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. 56,090 കോടി രൂപയുടെ പർച്ചേസ്, ഇക്വിറ്റി പർച്ചേസിലാണ് DIA നിൽക്കുന്നത്. ഗോൾഡിൻ്റെ ചാർട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ബ്രേക്കൗട്ട് സംഭവിച്ച വലിയ രീതിയിൽ മുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിൽ മുകളിലേക്ക് പോയ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ അത് ഗോൾഡ്, ഇനി സിൽവറിലും ഇന്ന് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക്, ഒരു ബിഗ് ക്യാൻഡിൽ സ്റ്റിക്ക് ബയേഴ്സിൻ്റെ എൻട്രി മൊമെൻറ്റം ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. US ഓയിൽ WTI ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് 55 എന്നൊരു സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ $57.79 നിൽക്കുന്നു. 55 തന്നെയായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അതുപോലെ $58, $60 റെസിസ്റ്റൻസ് ഏരിയ ആകാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ മേജർ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് നോക്കാം. BSE, സെൻസെക്സ്, നിഫ്റ്റി 50 എല്ലാം ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. ഫ്രൈഡേയിലെ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 25,900 എബോവ് സസ്റ്റെയിൻ ചെയ്തിട്ടാണ്
മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് 26,150 എബോവ് സസ്റ്റെയിൻ ചെയ്തു. സെൻസെക്സ് 638 പോയിൻറ്റിൻ്റെ പോസിറ്റീവ്നെസ് നേടി. നിഫ്റ്റി ഗെയിനേഴ്സ് ആയത് ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ്, വിപ്രോ, ഇൻഫോസിസ്, എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലൂസേഴ്സ് ആയത് SBI, HDFC ലൈഫ്, സിപ്ല, ടാറ്റ കൺസ്യൂമർ, കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. BSE മിഡ് ക്യാപ്പിൽ 0.8% അപ്സൈഡിലേക്ക് പോയി. സ്മോൾ ക്യാപ്പ് 1% അപ്സൈഡിൽ ക്ലോസ് ചെയ്തു. സെക്ടോറിയൽ വൈസ് ഇൻഡീസസ് എല്ലാം തന്നെ ഹയർ സൈഡിൽ, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ, IT എല്ലാം അപ്സൈഡിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ 40 സ്റ്റോക്കുകളാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡീസസ് എല്ലാം അത്യാവശ്യം പോസിറ്റീവായിട്ട് മാറിയത് നമുക്ക് കാണാം. മുന്നേറ്റം തന്നെയായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സെൻസെക്സ് 638 പോയിൻറ്റ് അപ്സൈഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 206 പോയിൻറ്റ് അപ്സൈഡിൽ പോയി. നിഫ്റ്റി ബാങ്ക് 235 പോയിൻറ്റ്, മിഡ് ക്യാപ്പ് 505 പോയിൻറ്റും പോസിറ്റീവിൽ പോയിരുന്നു. ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം ഡേ ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഡിയ ഫോഗ് സ്റ്റോക്ക് 17%, DCX ഏകദേശം 9% അപ്സൈഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. IT സെക്ടേഴ്സ് എല്ലാം തന്നെ, IT സ്റ്റോക്സ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 4th സ്ട്രെയിറ്റ് ട്രേഡിംഗ് സെഷനിലാണ് ഇങ്ങനെ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പെർസിസ്റ്റൻ്റ്, വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ചു. ഹിൻസിങ്ക്, അതായത് ഇന്ന് സിൽവർ പ്രൈസസ് എല്ലാം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതുകൊണ്ട് ഹിൻസിങ്കിൻ്റെ സ്റ്റോക്ക് 3% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. GV വെനോവ, TNT ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം 6% ഉയർന്നിട്ടുണ്ടായിരുന്നത്. AESL HVDC പ്രൊജക്റ്റ് ഓർഡർ കിട്ടിയത് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ശ്രീറാം ഫിനാൻസ് ഗെയിൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഏകദേശം 4% പോസിറ്റീവ് ബ്രോക്കറേജിൻ്റെ ഒരു കോളിന് ശേഷമാണ് 4% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. MCA സ്റ്റോക്ക് 5% അപ്സൈഡിൽ പോയി. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെബിയുടെ ചീഫ് ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള ന്യൂസ് വന്നതിന് ശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ജുപ്പിറ്റർ വേഗൻസ് ഏകദേശം 5% ഇൻക്രീസ് സംഭവിച്ചു. പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് തന്നെയാണ് റീസൺ. ഫോർട്ടീസ് ഏകദേശം 3% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 840 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ന്യൂസാണ് റീസൺ. KC ഇൻ്റർനാഷണൽ ഏകദേശം 7% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു സ്റ്റേ KC ഇൻ്റർനാഷണൽ വന്നതിന് ശേഷമാണ് 7% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഓഹരികൾ 10 രൂപ വർദ്ധിക്കുന്നതിനെ തുടർന്ന് IRCTCയുടെ ഒരു 1%-ലധികം ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബിഗസ്റ്റ് ഗെയിനർ ആയത് ശ്രീറാം ഫിനാൻസും ബിഗസ്റ്റ് ലൂസർ ആയത് SBIയും ബെസ്റ്റ് സെക്ടർ ആയത് നിഫ്റ്റി ITയും വേഴ്സ്റ്റ് സെക്ടർ ആയത് നിഫ്റ്റി PSU ബാങ്കുമാണ്. പക്ഷേ നിഫ്റ്റി PSU ബാങ്കും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുദീപ് ഫാർമ ഷെയർസ് ഏകദേശം 3% സ്ലിപ്പായി. Q2 പ്രോഫിറ്റ് 6% ഡൗൺ ആയതാണ് പ്രധാന റീസൺ. അതുപോലെ ശ്രീറാം ഫിനാൻസ് 3.5% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. MUFG ബാങ്ക് ഡീലാണ് റീസൺ. അപ്പോളോ മൈക്രോ സിസ്റ്റംസിൻ്റെ ഷെയർസ് 5% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കോൺകോഡ് കൺട്രോൾ ഷെയർസ് 5% ഇൻക്രീസ്. 139 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് കിട്ടിയ ന്യൂസ് ഉണ്ടായിരുന്നു. ഫോർട്ടീസ് ഹെൽത്ത് കെയർ 2% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 125 ബെഡഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷൻ പ്രകാരമാണ് ഈ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ജുപ്പിറ്റർ വേഗൻസ് ഷെയർസ് 20% ഇൻക്രീസ്. പ്രൊമോട്ടർ പിക്ക് ചെയ്തിരിക്കുന്നത് 0.55% സ്റ്റേക്ക് ആയിരുന്നു. വരുൺ ബീവറേജസിൻ്റെ ഷെയർസും 3.6% ഇൻക്രീസ് സംഭവിച്ചിരുന്നു. ബൊൻഡാഡ എഞ്ചിനീയറിംഗിൻ്റെ ഷെയർസ് 2.7% ഇൻക്രീസ്. ഏകദേശം 945 കോടി രൂപയുടെ ഓർഡർ NLC ഇന്ത്യയിൽ നിന്ന് കിട്ടിയതിൻ്റെ ഇൻഫർമേഷൻ പ്രകാരമാണ്. ഏകദേശം 120 സ്റ്റോക്സ് ആണ് ഇന്ന് 52 വീക്ക് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാൽക്കോ, MCX ഇന്ത്യ, അതുപോലെ ഫെഡറൽ ബാങ്ക്, ലൗറസ് ലാബ്സ്, IDFC ഫസ്റ്റ് ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അശോക് ലെയ്ലാൻഡ്, ഇന്ത്യ സിമെൻറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് അതിൽ പ്രധാനപ്പെട്ടത്. രൂപയുടെ മൂല്യം ഇന്ന് ഹയർ സൈഡിൽ 89.41 ഓപ്പൺ ചെയ്തത്. അതുപോലെ ഫ്ലാറ്റ് ആയിട്ട് 89.65 ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാന ബ്രോക്കറേജ് കോൾസ്: നോമുറ ശ്രീറാം ഫിനാൻസിന് ബൈ റേറ്റിംഗ് 1140, വെനോവയ്ക്ക് ടാർഗറ്റ് 4000, ജെഫ്രീസ് ബൈ റേറ്റിംഗ് ശ്രീറാം ഫിനാൻസിന് ടാർഗറ്റ് 1080, IIFL ഫിനാൻസ് ബൈ റേറ്റിംഗ് ശ്രീറാം ഫിനാൻസിന് 1200, കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ആഡ് റേറ്റിംഗ് ശ്രീറാം ഫിനാൻസിന് ടാർഗറ്റ് 840 നിന്ന് 990, അവൻഡസ് റെഡ്യൂസ് റേറ്റിംഗ് എയർടെലിന് 1700 ടാർഗറ്റ്,
അതുപോലെ ബൈ റേറ്റിംഗ് ഇൻ്റർവെനസ് നോളജ് സൊല്യൂഷൻസിന് ടാർഗറ്റ് 2020 ഡാം ക്യാപിറ്റൽ ബൈ റേറ്റിംഗ് ശ്രീറാം ഫിനാൻസിന് 1080 ടാർഗറ്റ്. മോർഗൻ സ്റ്റാൻലി റിസർച്ച് ഫേം അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ഡിക്സൺ ടെക്നോളജിക്ക് 11,563 ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. നുവാമ വെൽസൺ കോപ്പിന് 1028, കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ റേറ്റിംഗ് യുണൈറ്റഡ് ബ്രീവറീസ് ടാർഗറ്റ് 1500. ബോഫ സെക്യൂരിറ്റീസ് ന്യൂട്രൽ റേറ്റിംഗ് PB ഫിൻടെക്കിന് ടാർഗറ്റ് 1980. ഇൻഫോസിസിൽ നിന്ന് വലിയൊരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മേജർ ന്യൂസ്. ചാർട്ട് സംബന്ധിച്ച ഡീറ്റെയിൽസിലെല്ലാം തന്നെ ടെലിഗ്രാം ചാനലായിട്ട് ജോയിൻ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.